ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ടും മാധവ് തന്നെയുണ്ടേ. രാവിലെ തന്നെ കുഞ്ഞാപ്പിയും സുമോദും സുഭാഷും സുജിയെല്ലാം കൂടി പോയി പഠിക്കുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ കഴിയില്ലെന്ന് എൻ്റെ ജോഷി നടത്തും പോയി. മാധവ് ട്രാക്കിലുണ്ട് ഇരിക്കൂറേക്ക് പോകാൻ. ഈ വേക്കിൽ കമ്പിയും ചാരി നിൽക്കുന്ന മുതലിനെ കണ്ട അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫുൾ സ്റ്റോറി കേട്ടാ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കേട്ടാൽ ഇങ്ങൾക്കെല്ലാം മനസ്സിലാവും. അങ്ങനെ ചാലോടെല്ലാം കഴിഞ്ഞേരം ഡ്രൈവിംഗ് സീറ്റ് ഞാൻ സുജിക്ക് വിട്ടുകൊടുത്ത് ഞാൻ കണ്ടക്ടർ പണി ഏറ്റെടുത്ത്. അങ്ങനെ ചോല റോഡ് കഴിഞ്ഞ് ചിത്രാരിയൊക്കെ കുതിക്കുന്നു വണ്ടി. വലിയൊരാളൊന്നും ഉണ്ടായിട്ടില്ല. ശനിയാഴ്ചയല്ലേ, രണ്ടാം ശനിയും. ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഡ്രൈവറായിട്ട് വന്നേന്ന് കേട്ടാ. ആളെങ്ങൾക്ക് പരിചയമൊന്നും ഉണ്ടാവില്ല, ചിലർക്കെല്ലാം പരിചയം ഉണ്ടാവും. അമൽ എന്നാ പേര് കേട്ടാ, അമൽജിത്ത്. എൻ്റെ സ്വന്തം അനിയനാണേ. സ്കൂൾ ബസ്സിൽ എടുക്കുന്നതാണ്. അപ്പോൾ എന്നോടൊരാഗ്രഹം പറഞ്ഞിട്ട് ഞാൻ കൂടെ കൂട്ടിയതാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകുന്ന ഇടവേളകളിൽ ഇവന് വണ്ടി എടുത്താൽ കുറച്ച് നല്ലതായിരിക്കും തോന്നി. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കൊടുത്തു നോക്കി ആദ്യമായിട്ട്. ഒരു പ്രശ്നമില്ല കേട്ടോ. ആദ്യമായിട്ട് എടുക്കുന്നതിൻ്റെ കുത്തലോ പിടിച്ചലോ ഒന്നുമില്ല, സുഖമായിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ ട്രാക്കിൽ വെക്കാൻ പറഞ്ഞു. വണ്ടിയെല്ലാം മെല്ലെ അത്യാവശ്യം ശ്രദ്ധിച്ച് ട്രാക്കിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ഞാൻ പുറത്തിറങ്ങിപ്പോയി ഒരു ഗ്ലാസ് ചായയെല്ലാം കുടിച്ച് തിരിച്ചു വരുമ്പോൾ കുട്ടാപ്പിയും സുജിയും കൂടി എന്തെല്ലോ കഥ പറയുന്നുണ്ട്. എന്നൊന്നും അറിയില്ല. ഇവനാന്നേ അതിൻ്റെ അടുത്ത് നിന്നിട്ടുണ്ട്. സുജി ഞാൻ വീഡിയോയിൽ എടുക്കുന്ന കണ്ടിട്ട് എന്തെല്ലോ പറയുന്നുണ്ട്, പോടാന്നെല്ലാം പറയുന്നുണ്ട്. ഞാൻ പിന്നെ അതൊന്നും മൈൻഡാക്കിയിട്ടില്ല. അന്നേരമാണ് ആര് വന്നേ, സന്തോഷമായിട്ടും വന്നേ. സൗവർണികൻ്റെ ഡ്രൈവറാണേ. അവരും എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നേരെ മുസ്തഫൊക്കെ വന്ന്, സ്റ്റാൻഡ് ഏജൻ്റാണ്. സ്റ്റാൻഡ് ഏജൻ്റല്ല, സ്റ്റാൻഡ് ഫീസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്ന ആൾ. എന്നേരം നീ മുതലിനെ വന്നിട്ടേ അക്ഷയ്, നമ്മളിപ്പോൾ സ്നേഹത്തോടെ പോപ്പിന്ന് വിളിക്കും. നോക്കുമ്പോൾ പാവം പെട്ടുപോയതാ, ചായ കുടിച്ചിട്ട് കൊടുക്കാൻ പൈസയില്ല. അങ്ങനെ ഗൂഗിൾ പേ എല്ലാം ചെയ്ത് തന്ന് പൈസയെല്ലാം കൊടുത്ത് അമലുവിനെ പരിചയമുണ്ട്, അവനോട് വർത്താനം പറഞ്ഞു. അങ്ങനെ വീണ്ടും ശ്രീകണ്ഠപുരത്തേക്കുള്ള യാത്രയിൽ പെരുവളത്തോറും എത്തിയേരം ഞാൻ വണ്ടി കൈമാറി എടുത്തു. എനിക്ക് ആദ്യം ഒരു പേടിയിലുണ്ടായിരുന്നു, പക്ഷേ സ്മൂത്തായിട്ട് പുതുതായിട്ട് എടുക്കുന്നതാന്നേ പറയില്ല, ഈ ലൈനിൽ ആദ്യമായിട്ട് എടുക്കുന്നതാണെന്നും പറയില്ല. അടിപൊളിയായിട്ട് വണ്ടി കൊണ്ടുവന്നുണ്ട്. അത്യാവശ്യം യാത്രക്കാരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശ്രീകണ്ഠപുരത്തേക്ക് അടുത്തു. കോട്ടൂർ പാലമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ വണ്ടി ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിലെത്തി. ആൾക്കാരെല്ലാം ഇറക്കി വീണ്ടും കണ്ണൂരേക്ക് പോകാൻ ട്രാക്കിലേക്ക് കയറ്റി വെച്ചു. എല്ലാം മേലാന്ന് കേട്ടാ ചെയ്യുന്നത്. അങ്ങനെ ട്രാക്കിൽ വെച്ചു. വീണ്ടും തിരിച്ച് ശ്രീകണ്ഠപുരത്ത് കണ്ണൂരേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ച്. സുജി ടിക്കറ്റെല്ലാം മുറിക്കുന്നുണ്ട്, ഭയങ്കര തിരക്ക് കാണിക്കുന്നുണ്ട്. ഇത് നായായിട്ട് പറയാൻ കേട്ടാ. അത്യാവശ്യം നായായിട്ട് വരെത്തി. വലിയൊരാളൊന്നും ഉണ്ടായിട്ടില്ല. മാമാനത്തമ്പലത്തിലൊന്നും ആളൊന്നും ഉണ്ടായിട്ടില്ല, വലിയൊരു ജനസാഗരമൊന്നും ഇല്ല ഇന്ന്. അങ്ങനെ നായായിട്ട് വരെ എത്തി. നായായിട്ട് വർക്ക് കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ അവരെ കയറ്റാൻ വേണ്ടി അവിടെ നിന്ന് നേരം ഒരുത്തൻ ചിരിക്കുന്നുണ്ട് കയറുമ്പോൾ കണ്ട. എനിക്ക് ആദ്യം ആളെ മനസ്സിലായിട്ടൊന്നുമില്ല, നല്ല ചിരി കണ്ട. അങ്ങനെ ചിരിച്ച് വണ്ടി കയറിയാൽ പറഞ്ഞ വീഡിയോ എല്ലാം കാണലുണ്ട്. അതിനിടയ്ക്ക് സുജിയൊരു അമ്മമ്മേനെ സഹായിക്കുന്നതിലുണ്ട്. അങ്ങനെ യാത്രക്കാരെല്ലാം സഹായിച്ച് നമ്മൾ വീണ്ടും കണ്ണൂരേക്ക് യാത്ര ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.